രാജ്യസൂചന നൽകി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പദവികൾക്കുമപ്പുറം തനിക്ക് വലുത് പാർട്ടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ FB പോസ്റ്റിൽ പറയുന്നുണ്ട്. സ്തുതിപാഠകർ തന്റെ വിമർശകരായി ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹപ്രകടനവുമുണ്ട്. അതേസമയം തന്നെ കൊടുക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒപ്പം മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നു എന്നും പറയുന്നുണ്ട്. അവന്തികയുടെ ആരോപണത്തിൽ മാത്രം മറുപടി പറഞ്ഞ രാഹുൽ മറ്റ് ആരോപണങ്ങളിൽ നിന്ന് വിശദീകരണം നൽകാതെ ഒഴിഞ്ഞുമാറി. അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും താത്തു പിടിക്കാം എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്? അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞാനത് സുജു ടി ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുജു, അതായത് ഫേസ്ബുക്കിലൂടെ രാജ്യസൂചന നൽകുന്നു, ഒടുവിൽ വാർത്താസമ്മേളനം നടത്തുന്നു. അതിൽ പറയുന്നത് കൃത്യമായ ആരോപണങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുന്നില്ല, അവന്തികയുടെ സന്ദേശത്തിന് മാത്രം മറുപടി നൽകുന്നു, അവന്തികയുടെ ആരോപണത്തിന് മാത്രം സന്ദേശം നൽകിക്കൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല, ഫേസ്ബുക്കിൽ പറയുന്നത് പദവികൾക്കും അപ്പുറം തനിക്ക് വലുത് പാർട്ടിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും നേരത്തെ INTUC-യുടെ ഒക്കെ യുവ വിഭാഗം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് MLA സ്ഥാനം അതൊരു പ്രിവിലേജായി കാണുന്നുണ്ടെങ്കിൽ ആ പ്രിവിലേജ് അത് പാർട്ടി തന്നെ തിരിച്ചെടുക്കണമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ കടക്കുകയാണ്. എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള രാഹുലിന്റെ നീക്കങ്ങൾ? എന്താണ് ഏറ്റവും അറിയാനുള്ളത്? സമ്മർദ്ദങ്ങൾക്ക് രാഹുൽ വഴങ്ങുമോ, അതല്ല രാഹുൽ രാജിവെക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് അറിയേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, ഉമാ തോമസ് പോലെയുള്ള കോൺഗ്രസിന്റെ വനിതാ MLA രാഹുലിനെ പറ്റി പറഞ്ഞത് രാഹുൽ രാജിവെക്കണം, രാജി ഒരു നിമിഷം പോലും വൈകിരുന്ന ഉമാ തോമസ് MLA പറഞ്ഞിരുന്നു. അത്തരത്തിൽ പരസ്യമായി തന്നെ കോൺഗ്രസിനുള്ളിലെ വനിതാ MLA ഉൾപ്പെടെയുള്ള ആളുകൾ നിലപാട് സ്വീകരിക്കുകയാണ്. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് രാഹുൽ വാർത്താസമ്മേളനം നടത്തുകയും ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഒരു വിഷയത്തിൽ മാത്രം മറുപടി നൽകി, അത് ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന അവന്തികയുടെ വിഷയത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത്. മറ്റൊരു വിഷയത്തിലും പ്രതിരോധിക്കാനോ അതിനെപ്പറ്റി പ്രതികരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പിന്നീട് ആ വാർത്താ സമ്മേളനം തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ പോസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചു. അത് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ സ്നേഹമാണോ പ്രകടിപ്പിക്കുന്നത്, അതല്ല സ്വന്തം കാര്യം പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ പറയുന്നത്,
പ്രധാനമായി വാഴ്ത്ത് പാട്ടുകാർ തന്നെ ആ ആരോപണ സ്വരങ്ങൾ ഉന്നയിക്കുന്നതായിട്ടും രാഹുൽ വിമർശിക്കുന്നു. അത്തരത്തിൽ കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അയാൾ പദവികൾക്ക് അതീതമായി കോൺഗ്രസ്കാരനാണെന്നും പറയുന്നു. രാഹുൽ ഗാന്ധിയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രതികരണം നടത്തുമോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതെ സുജു, ഒപ്പം തന്നെ നമുക്ക് നേരത്തെ അരുണിമ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് നേതാവാണ് അഡ്വക്കേറ്റ് അരുണിമ എം കുറുപ്പ്. അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ്, അതായത് ഈ അവന്തികയ്ക്ക് എതിരായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ അവന്തിക പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയായുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്ദേശം, അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ, അതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിലവിൽ നിൽക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ നേരിടണം എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഒരാളുടെ ശബ്ദം മാത്രമല്ല, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഒടുവിൽ ഇതാ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വരുമ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിന്റെ പ്രതികരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വളരെ അഗ്രസീവായി തന്നെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും അതിന് ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കും നൽകുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും അത്തരത്തിലൊരു പ്രതീകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരേ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു, കോൾ റെക്കോർഡ് പുറത്തു വരുന്നു, ചാറ്റുകൾ പുറത്തു വരുന്നു. അതിലൊക്കെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു കൊടും കുറ്റവാളി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. ഈ വിഷയങ്ങളൊന്നും തന്നെ മറുപടി നൽകിയിട്ടില്ല. പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ഇന്ന് രാജി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ മാത്രമാണ് മറുപടി നൽകിയിട്ടുള്ളത്. അതെ സുജു, എന്തായാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുജു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം സുജു അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വസതിക്ക് മുൻപിൽ നിമിഷങ്ങളോളം കാത്തുനിന്നെങ്കിലും അവസാന നിമിഷമാണ് വാർത്താ സമ്മേളനം റദ്ദാക്കുന്നത്. അതായത് അവിടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഉന്നത നേതാക്കളുടെ സതീശന്റെ അടക്കം വലിയ രീതിയിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം മാങ്കൂട്ടത്തിൽ ഏത് രീതിയിൽ പ്രതികരിക്കും, ഏത് രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തോട്ട് വരും എന്നതിലൊന്നും തന്നെ ഈ നേതാക്കൾക്ക് വലിയൊരു ഉറപ്പ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ആ വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് സുജു തന്നെ റിപ്പോർട്ട് നൽകിയതാണ്, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതി വഴിയിൽ വെച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം, അവിടെയും വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടായി കാണുമോ സുജു? ആ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലെ മാധ്യമപ്രവർത്തകരോട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണെന്ന് വിശദീകരണം നൽകിയിരുന്നില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വേഗത്തിൽ കാർ എടുത്തുകൊണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു. പിന്നീട് അടൂർ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് രാഹുൽ എത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടം എന്ത് ലക്ഷ്യമാണ് വെച്ചത്? ആ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ഒരു തരത്തിലെ പ്രതികരണവും നടത്താതെ താൻ വേഗത്തിൽ കാറിൽ കയറി, അതും MLA പോലുള്ള കാറിൽ വെച്ച് യാത്ര ചെയ്ത രാഷ്ട്രീയ സന്ദേശം നൽകുകയാണോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അത് ഒപ്പമുള്ളവർക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള മറ്റംഗങ്ങൾക്ക് നൽകുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണോ നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും രാഹുൽ ഈ ഒരു തരത്തിലുള്ള വിശദീകരണം ഈ കാര്യത്തിൽ നൽകിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് രാജി വെക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രാഹുൽ ഒരു ഉത്തരവും പറയുന്നില്ല. ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഉത്തരം നൽകാവുന്നതാണ്. എന്നാൽ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. പ്രധാനമായി രാഹുൽ മുമ്പ് പറഞ്ഞത് തനിക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റം പോലുള്ള ആരോപണങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ മറുപടി നൽകാമെന്നാണ് ഇതിനു മുമ്പ് നടത്തിയ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ അതിന് തക്കമായ അല്ലെങ്കിൽ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളും ചാറ്റുകളും വന്നിരുന്നു. ഈ ഘട്ടത്തിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.